ഇവിടെ നമ്മൾ കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ പറയും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ച് തുടങ്ങേണ്ടതെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ വീഡിയോ പറയുന്നത് റിപ്പീറ്റേഴ്സ് ഫ്രഷേഴ്സ് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ളൊരു സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി ഞാൻ ആദ്യം ഫ്രഷേഴ്സിൻ്റെ കേസ് പറയാം. നിങ്ങൾ ചിലപ്പം ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ പിള്ളേർ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് തന്നെ പോയിട്ട് വേറെ ഒരു കീമിൻ്റെ പുസ്തകം വാങ്ങി വെക്കുക. കീമിൻ്റെ പുസ്തകം വാങ്ങി വെച്ചാൽ മതി. അത് ഇപ്പം തന്നെ പോയി തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫിസിക്സോ മാത്സോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫിസിക്സ് മാത്സോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കെമിസ്ട്രി മാത്സ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ മാത്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. കാരണം മാത്സിൻ്റെ അകത്ത് നിന്ന് 75 ചോദ്യം വരും. മാത്സ് ഒഴിവാക്കിയാൽ നിങ്ങൾ കീം എക്സാമിന് പോകണ്ടെന്ന് ഞാൻ പറയുള്ളൂ. മാത്സ് നിർബന്ധമായിട്ട് പഠിക്കുക. എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് മാത്സ് നല്ലോണം പഠിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നൊക്കെ ഫിസിക്സ് എടുത്തോ അല്ലെങ്കിൽ കെമിസ്ട്രി എടുത്തോ. വളരെ ഇമ്പോർട്ടൻറ്റ്. രണ്ടും കൂടി കൂട്ടി കലർത്തി കഴിഞ്ഞാൽ ഹൈലി ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ സെലക്റ്റഡ് ടോപ്പിക്സ് ഫിസിക്സ്, ഇപ്പോൾ ചിലവരുണ്ടാവും ഫിസിക്സ് സ്ട്രോങ് ആയിരിക്കും, ഫിസിക്സ് എടുത്തോ. കെമിസ്ട്രി സ്ട്രോങ് ആയിരിക്കും, കെമിസ്ട്രി എടുത്തോ. അപ്പോൾ ഈ കീം എൻട്രൻസ് ഒക്കെ 1,00,000 ആൾക്കാർ ചെയ്യുന്ന എക്സാമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാം കൂടിയും പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ ചിലവരുണ്ടാവും കുറച്ച് മാത്സ്, കുറച്ച് ഫിസിക്സ്, കുറച്ച് കെമിസ്ട്രി. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അങ്ങനെ എടുക്കുക. ഞാൻ ഏറ്റവും എൻ്റെ ബെസ്റ്റ് രീതിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം ഫിക്സ് ചെയ്യുക. ഞാൻ ഏത് 2 സബ്ജക്റ്റാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ടിപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ, നിങ്ങൾ യൂട്യൂബിൽ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. എന്ത് ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ലൈവ് ക്ലാസ്സസ്. അതിൽ 1 ഷോട്ട് ഫോർമുല റിവിഷൻ എന്ന് പറഞ്ഞ വീഡിയോസ് ഉണ്ടാവും. ഫോർമുല ഒരുപാട് ഫോർമുല അതിൽ പഠിപ്പിക്കും വിത്ത് കോൺസെപ്റ്റ്. അത് നിർബന്ധമായിട്ടും കാണാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഫോർമുലാസ് ഒരു ചാപ്റ്ററിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ വലിയ ചാപ്റ്ററിൽ 1.5 മണിക്കൂറോ മാക്സിമം ഉണ്ടാവുള്ളൂ. ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരളത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലൈവ് കണ്ടിട്ട് നോട്ട്സ് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ നോട്ട്സ് എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് മടക്കി വെക്കുക. അതല്ല പറയുന്നത്. ആ നോട്ട്സ് എഴുതിയതിൻ്റെ ശേഷം അത് അതേ ദിവസം നല്ല സ്ട്രോങ് ആയിട്ട് പഠിക്കുക, റിവിഷൻ ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ ലൈവ് കണ്ട് നോട്ട് ചെയ്തുമ്പോൾ ഒരു 30% നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ലൈവ് കണ്ട് നോട്ട് ചെയ്യുമ്പോൾ ഒരു 30% നിങ്ങൾക്ക് മനസ്സിലാവും. പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ 30% ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 30% നോട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് വായിക്കുക. ഒരു ദിവസം നിങ്ങൾ ഒരു 5-6 ചാപ്റ്റർ എടുക്കുക. ഓക്കെ, നമുക്ക് ഒരുപാട് ചാപ്റ്റർ. ഞാൻ ആദ്യം പറയട്ടെ, നിങ്ങൾ ആദ്യം +2 ചാപ്റ്റേഴ്സ് കവർ ചെയ്യണേ. ആദ്യം മാത്സിന് പ്രയോറിറ്റി കൊടുക്കുക. +2 ചാപ്റ്റേഴ്സ് പതിയെ കവർ ചെയ്ത് പറ്റുന്ന രീതിയിൽ കവർ ചെയ്യുക. നിങ്ങൾ ഈ ലാസ്റ്റ് നിമിഷമാണ് നമ്മൾ നിൽക്കുന്നത്. ലാസ്റ്റ് 1 മന്തൊക്കെ ഏകദേശം ഉള്ളൂ, 1 മന്ത്. അപ്പോൾ ആ സമയം നമ്മൾ മാക്സിമം ഈ ഒരു രീതി ട്രൈ ചെയ്യണം. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വിചാരിക്കണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5-6 ചാപ്റ്റർ ദിവസം എടുക്കുക. കൃത്യമായി ആദ്യം നോട്ട് ചെയ്ത് പഠിക്കുക, ഒന്ന് വായിച്ച് നോക്കുക. എൻ്റെ രാത്രി നല്ല സ്ട്രോങ് റിവിഷൻ, അത് ഓർമ്മയുണ്ടോ ഓർമ്മ വരുത്തുക. കൂടുതൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത നേരെ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞിട്ടുണ്ട് കീമിൻ്റെ ഏത് ബുക്ക് വേണമെന്ന് ഞാൻ അടുത്ത വിളിച്ച് ചെയ്യാം. ബുക്ക് അങ്ങോട്ട് വാങ്ങി തുറക്കുകയല്ല ചെയ്യേണ്ടത്. അടുത്തെന്ന് പറഞ്ഞാൽ ലൈവ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ലൈവ് ഫോർമുല ലൈവാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞ ലൈവ് ക്ലാസ് ഉണ്ട്, 1 ഷോട്ട് ഈ ചാപ്റ്ററിൻ്റെ ലൈവ്. എന്നുവെച്ചാൽ അവർ അതിൽ പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്യും, ടിപ്പ് ഇൻക്ലൂഡ് ചെയ്യും. ഞാനൊരു ഷോർട്ട് കട്ട് പഠിച്ച് വെക്കണ്ട. ഷോർട്ട് കട്ട് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടാണ്. ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കുകയുള്ളൂ. ഷോർട്ട് കട്ടല്ല, സിസ്റ്റമാറ്റിക് സ്റ്റെപ്പ്, കൃത്യമായുള്ള ഡയറക്റ്റ് സ്റ്റെപ്പ് തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവ് കൃത്യമായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഹൗ ടു ടാക്കിൾ എ പ്രോബ്ലം. ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാൻ ഡൂയിങ് എ പ്രോബ്ലം ഓഫ് യുവർ ഓൺ. ഒന്നുകൂടി പറഞ്ഞുതരാം, ടാക്കിൾ ചെയ്യാൻ അവർ ലൈവ് ക്ലാസ്സസ്, ഇപ്പം ഒരുപാട് കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന് യൂസ് ചെയ്യാൻ ഒരുപാട് വീഡിയോ, ജയിൽ കണ്ടോ, നീറ്റിന് കണ്ടോ, ഒക്കെ കീമിന് യൂസ് ആവും, കീമിനെയും കണ്ടോ. അപ്പോൾ അത് കാണുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കീമിൻ്റെ വാങ്ങി വെച്ച PYQs എടുക്കുക. ഈ PYQസിലോട് നിങ്ങൾ ലാസ്റ്റ് ഒരു 20 days ആകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി. ഇപ്പോൾ അത്യാവശ്യം സിസ്റ്റമാറ്റിക്കായി പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു 20, ഇനിയുള്ള സമയം അത്യാവശ്യം ഒരു റാങ്ക് മേടിക്കേണ്ടവർക്ക് വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും വെക്കേണ്ട. നിങ്ങൾ ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ വലിയ എക്സ്പെക്റ്റേഷൻ വെക്കുക. നല്ലോണം പഠിച്ചു വന്ന് ഇനി റിവിഷനൊക്കെയാണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റേഷൻസ് വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ PYQs ലാസ്റ്റ് 20 ദിവസം സിസ്റ്റമാറ്റിക്കലി മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന പോലെ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം റാങ്കിലേക്ക് എത്താൻ പറ്റും. പിന്നെ എത്ര റാങ്ക് കിട്ടും, എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കണം. അതിൻ്റെയൊക്കെ വീഡിയോസും ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓരോ സബ്ജക്റ്റ് എങ്ങനെയൊക്കെ പഠിക്കണം, അതേപോലെ തന്നെ എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് കോൺസെൻട്രേറ്റ് എന്നൊക്കെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എത്തിക്കുക. എന്തെങ്കിലും ഡൗട്ടിന് കമൻറ്റ് ചെയ്യുക. മെഗാ സ്റ്റഡി പ്ലാൻ 2 നമ്മൾ പാർട്ട് 2 കംപ്ലീറ്റ് ചെയ്തു. സോ ഇനി എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.